നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാത്തതിന് തടസ്സം നിൽക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പി ജെ ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം വർദ്ധിപ്പിച്ച് ആശാസമരം ഒത്തുതീർപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ആശാ സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം പഴയ റോഡിലൂടെ മെയിൻ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയില്ലായ്മ അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് പരാതി. മൂലമറ്റം പവർ ഹൗസ് മിനിയേച്ചർ മാതൃകാ ടൂറിസം പദ്ധതി, ഇടുക്കി ഡാം ലേസർ ഷോപ്പ് പ്രോജക്ട് തുടങ്ങി KSEBയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അധ്യാപകരുടെ നിയമന അംഗീകാരത്തിന് തടസ്സം നിൽക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് ചെയർമാൻ PC തോമസ്, മോൻസ് ജോസഫ് MLA, K ഫ്രാൻസിസ് ജോർജ് MP തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ഭിന്നശേഷി അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകാൻ തയ്യാറാകാത്ത LDF സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി. കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് MLA പ്രതിഷേധ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക നിയമന പ്രശ്നത്തിൽ വൈകാതെ തീരുമാനം കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏറ്റവും വേഗം ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവര് അവരെന്തോ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ചെയ്യുന്നത്, തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അത് മാനേജ്മെന്റുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഇത്ര ശതമാനം പറയുന്നത് മാറ്റിവെക്കാൻ തയ്യാറാണ്. അവരെ ലിസ്റ്റ് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അത് തയ്യാറാകാതെ ഈ അധ്യാപകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സ്ഥിതി അവസാനിപ്പിക്കണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടല്ലേ അധ്യാപകർ അർഹതപ്പെട്ട ഈ അംഗീകാരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഗുണപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിന് സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ അനുകൂല നടപടികൾക്കും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ 16,000-ഓളം എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യാൻ 4 വർഷം ഇടവരുത്തിയ ഇടതുപക്ഷ സർക്കാർ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA എയ്ഡഡ് അധ്യാപക നിയമന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അവകാശ പത്രിക ധർണാ സമരത്തിൽ അവതരിപ്പിച്ചു. ഭിന്നശേഷി സംവരണ സീറ്റുകൾ മാറ്റിവെച്ച ശേഷം മറ്റു തസ്തികകളിൽ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാൻ സുപ്രീം കോടതി വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ സർക്കാർ ഈ നടപടിക്ക് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ മുൻ MLA അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷത വഹിച്ച കൂട്ടധർണയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം XMP, ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, പാർട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, വൈസ് ചെയർമാൻമാരായ കൊട്ടാരക്കര പൊന്നച്ചൻ, ജോസഫ് M പുതുശ്ശേരി, MP പോളി, MP ജോസഫ്, KF വർഗീസ്, പ്രൊഫസർ ഗ്രേസമ്മ മാത്യു, C മോഹനൻപിള്ള, പോഷക സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമാരായ KV കണ്ണൻ, റോയി ഉമ്മൻ, ജോൺസ് ജോർജ് കുന്നപ്പള്ളിയിൽ, ജില്ലാ പ്രസിഡന്റുമാരായ ജോണി ചെക്കിട്ട, ഷിബു തേക്കുംപുറം, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ജെയ്സൺ ജോസഫ് ഒഴുകയിൽ, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, പാർട്ടി നേതാക്കളായ VJ ലാലി, സന്തോഷ് കാവുകാട്ട്, ദീപു ഉമ്മൻ, നെയ്യാറ്റിൻകര ജയകുമാർ, ഷാജി ബാലരാമപുരം, ആരനാട് രവികുമാർ, AJ ജോസഫ്, AK ജോസഫ്, ബിനു ചെങ്ങളം, രാകേഷ് ഇടപ്പുര തുടങ്ങിയവർ പ്രസംഗിച്ചു.
കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് തല കിസാൻ മേള പൊലിമ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് തല കിസാൻ മേള പൊലിമ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സെമിനാർ, ജൈവ ഉൽപാദനോപാധികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും കിസാൻ മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ PS ജോൺ, കാർഷിക എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ഗിരീഷ് ഗോപാലൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കിസാൻ മേളയോടനുബന്ധിച്ച കർഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തേക്കേക്കര, സാലി ഐ, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ, ആനിസ് ഫ്രാൻസിസ്, BDO അമിത CO, കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി, ജിജി ജോബ്, സണ്ണി KS, ആരിഫ മക്കാർ, സൗമ്യ സണ്ണി, ജസീന MH, സതി PA, ഗ്രീഷ്മ S, ശൈല KS, രഞ്ജിത്ത് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കിസാൻ മേളയാണിത്. കോതമംഗലം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള കർഷകർ ഈ കിസാൻ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മേളയുടെ ഭാഗമായിട്ട് പ്രദർശന സ്റ്റോളുകളും കർഷകർക്കായിട്ടുള്ള സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി കർഷകർ ഈ കിസാൻ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷകരുടെ യൂണിറ്റുകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ വിപണനം നടത്തുന്നുണ്ട്. അതോടൊപ്പം കർഷകർക്ക് വളരെ പ്രയോജനപ്രദമായ ക്ലാസുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഓണറേറിയം വർദ്ധിപ്പിച്ച് ആശാസമരം ഒത്തുതീർപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ആശാ സമരസഹായ സമിതി സംസ്ഥാനത്ത് 1000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണക്കാട് നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധ സദസ്സിൽ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഓണറേറിയം വർദ്ധിപ്പിച്ച കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 8 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ആശാ സമരസഹായ സമിതി സംസ്ഥാനത്ത് 1000 പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണക്കാട് നടന്ന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതിയാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കല് 10-ാം തീയതിയാണ്, ഫെബ്രുവരി 10-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റ് പടിക്കല് നമ്മുടെ ആശാ സഹോദരിമാര് ഒരു സമരം തുടങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയം എന്ന് പറയുന്നത് 7000 രൂപ. ഇവിടെ സ്വാഗത പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞതുപോലെ ഏതാണ്ട് 235 രൂപ ഒരു ദിവസം വേതനം ലഭിക്കുന്ന രീതിയിലാണ് ഓണറേറിയം ഇവിടെ അവർക്ക് നൽകുന്നത്. നമ്മുടെ ഈ നാട്ടില് നമുക്കറിയാം, ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവര്, ഇന്ന് ഈ തൊടുപുഴ മേഖലയില് ചുരുങ്ങിയത് 1000 രൂപ കൊടുക്കാതെ ഒരു വ്യക്തിയെ പോലും നമുക്കൊരു തൊഴിലിന് ഇവിടെ ലഭിക്കുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത്, ഈ സഹോദരിമാർക്ക് അവർ വീട്ടിൽ അവരുടെ കാരണവന്മാരുണ്ട്, പ്രായമായ കാരണവന്മാരുണ്ട്, അവർക്ക് അവരുടെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതാണ്, ഈ ഇവിടുത്തെ സർക്കാരിന് ഈ നാട്ടിലെ കിടപ്പ് രോഗികളെ, മറ്റ് രോഗം ബാധിച്ച് വീട്ടിലിരിക്കുന്നവരൊക്കെ പരിചരിക്കുവാൻ വേണ്ടിയുള്ള മാൻ പവർ, മനുഷ്യ സമ്പത്ത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ സർക്കാരിനെ സഹായിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ആശാ വർക്കർമാര് ഇവര് വെയിലത്തും മഴയത്തും സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെയും കാർന്നോമാരെയും മറന്നുകൊണ്ട് അവർ ഈ നാട്ടിലെ കിടപ്പ് രോഗികളെയും മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒക്കെ പരിചരിക്കുവാൻ വേണ്ടി അവര് ഈ പറയുന്ന വർഷം 365 ദിവസവും നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഒക്ടോബർ 22-ന് നടക്കുന്ന മാർച്ചിനെ മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വിജി PV ആവശ്യപ്പെട്ടു. സഞ്ജയ് കുമാർ B അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സദസ്സിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് കൃഷ്ണൻ കണിയാപുരം, PI ജോണി, സമരസഹായ സമിതി കൺവീനർ MN അനിൽ, N വിനോദ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ആകെ കൺഫ്യൂഷൻ. തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം പഴയ റോഡിലൂടെ മെയിൻ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയില്ലായ്മ
അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് പരാതി. ജംഗ്ഷനിലെ കുമാരമംഗലം പഴയ റോഡിലൂടെ വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥിരമായ പോലീസ് സംവിധാനം ഏർപ്പെടുത്തി അപകടരഹിതമാക്കണം എന്നതാണ് പൊതു ആവശ്യം. വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ആകെ കൺഫ്യൂഷൻ. തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം പഴയ റോഡിലൂടെ മെയിൻ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയില്ലായ്മ അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് പരാതി. ജംഗ്ഷനിലെ കുമാരമംഗലം പഴയ റോഡിലൂടെ വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് തെളിയുമ്പോൾ ഊന്നുകൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളിൽ തൊടുപുഴയിലേക്ക് തിരിയുന്ന പഴയ റോഡിലൂടെയാണ് മെയിൻ റോഡിലേക്ക് കടക്കുന്നത്. ഇത് പലപ്പോഴും മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്ക് കാരണമാകുന്നു. ലോറി, കാർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെല്ലാം എളുപ്പത്തിനായി ഇതുവഴിയാണ് വരുന്നത്. മാത്രമല്ല യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഈ വഴി വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിൽ ഇരുചക്ര വാഹനങ്ങൾക്കാണ് കൂടുതൽ അപകട സാധ്യത. നഗരത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനിൽ ഒന്നായ ഇവിടെ 4 റോഡുകളുടെ സംഗമമാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ, പാല, അടിമാലി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ എത്തിച്ചേരുന്ന ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥിരമായ പോലീസ് സംവിധാനം ഏർപ്പെടുത്തി അപകടരഹിതമാക്കണം എന്നാണ് പൊതുജനാവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂലമറ്റം പവർ ഹൗസ് മിനിയേച്ചർ മാതൃകാ ടൂറിസം പദ്ധതി, ഇടുക്കി ഡാം ലേസർ ഷോ പ്രോജക്ട് തുടങ്ങി KSEBയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് മൂലമറ്റം KSEB സർക്യൂട്ട് ഹൌസിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു. മൂലമറ്റം പവർ ഹൗസ് മിനിയേച്ചർ മാതൃകാ ടൂറിസം പദ്ധതി, ഇടുക്കി ഡാം ലേസർ ഷോ പ്രോജക്ട് തുടങ്ങി KSEBയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പദ്ധതി സ്ഥലങ്ങൾ സന്ദർശിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം സാധ്യമാക്കുന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലാണ് മിനിയേച്ചർ മാതൃക നിർമ്മിച്ച് ജനങ്ങൾക്ക് പവർ ഹൗസിന്റെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത്. 2.5 ഏക്കർ സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. മിനിയേച്ചർ സ്ഥാപിക്കുന്നതിന് മൂലമറ്റത്ത് 2 സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു. ഇതിന്റെ രേഖകൾ പരിശോധിച്ച് പദ്ധതി തയ്യാറാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചു. മൂലമറ്റം ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി 4,99,00,000 രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നു. മൂലമറ്റത്ത് സബ് രജിസ്ട്രാർ ഓഫീസും സബ് ട്രഷറി ഓഫീസും സ്ഥാപിക്കുവാൻ പണം അനുവദിച്ചുവെങ്കിലും സ്ഥലം ലഭ്യമായിരുന്നില്ല. KSRTC ഡിപ്പോയ്ക്ക് സമീപം KSEB ഉടമസ്ഥതയിലുള്ള സ്ഥലം ഇതിനായി കണ്ടെത്തിയതും സംഘം സന്ദർശിച്ചു. ആധുനിക രീതിയിൽ മൂലമറ്റത്ത് നിർമ്മിക്കുന്ന ശ്മശാനത്തിനായും സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഭാവി കാര്യങ്ങൾ വൈദ്യുതി മന്ത്രിയുമായി കൂടിയാലോചിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ഹൈഡൽ ടൂറിസം ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഇമ്മീഡിയറ്റായിട്ട് സബ്മിറ്റ് ചെയ്ത് NOC ലഭ്യമാക്കി ലേസർ ഷോ നമുക്ക് വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടി ആരംഭിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ സന്ദർശനത്തിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഫൈനലൈസ് ചെയ്ത് KSEB മന്ത്രിയുമായി കൂടി തിരുവനന്തപുരത്ത് ചെന്ന് കൂടിക്കണ്ട് അന്നെടുത്ത മീറ്റിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ നടത്തിയ സന്ദർശനത്തിൻ്റെയും ഇതിൻ്റെ റിസൾട്ടും ഇതിൻ്റെ മിനിറ്റ്സും എല്ലാമായി കൂടി ആലോചിച്ച് ഇത് ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും. ഇടുക്കിയുടെ വികസനത്തിൻ്റെ പാതയിൽ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വരാനും കാണാനും ആസ്വദിക്കാനും കഴിയുന്ന ലോകാത്ഭുതങ്ങളിലൊന്നായ ഇടുക്കി ആർച്ച് ഡാമും അതിൻ്റെ പരിസരവും അതിൻ്റെ ചരിത്രവും ആ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പ്രതലത്തിൽ ലേസർ ഷോയുമൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ വിസ്മയകരമായ കാഴ്ചകൾക്ക് രൂപം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. KSEB ഡയറക്ടർ സജീവ് ജി, ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ വിനോദ് വി, ചീഫ് എഞ്ചിനീയർ ബിജു രാജൻ ജോൺ, ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈന S എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മൂലമറ്റം KSEB സർക്യൂട്ട് ഹൌസിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജുമൈല ബീവി, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പന്നൂർ കുരുമ്പുപാടം റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. റോഡ് നിർമ്മാണത്തിനായി MLAയുടെ വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച PG ജോസഫ് MLAയെ പന്നൂർ വാർഡ് മെമ്പർ AN ദിലീപ് കുമാർ അഭിനന്ദിച്ചു. കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ കുരുമ്പുപാടം റോഡ് PJ ജോസഫ് MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചു. പന്നൂർ വാർഡ് മെമ്പർ AN ദിലീപ് കുമാർ MLAയെ അഭിനന്ദിച്ചു. ബഹുമാനപ്പെട്ട ഫണ്ട് അനുവദിച്ച MLA PJ ജോസഫ് സാറിനെ വാർഡ് മെമ്പർ എന്ന രീതിയിൽ പ്രത്യേകം
അഭിനന്ദിക്കുകയാണ്. അതുപോലെ പന്നൂർ വാർഡിൽ ജോസഫ് സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെലവ് മാരാമ്പാറ കുരിശുംതൊട്ടി റോഡിന് 15 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ശ്രീ എം ജെ ജേക്കബ് സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാനാക്കുഴി ചെലവ് റോഡിന് 15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും. അതുപോലെ തന്നെ പന്നൂർ ലക്ഷംപേടി അങ്കമ്പാടി റോഡിന് 2.5 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവും നടപടിക്രമങ്ങൾ പൂർത്തിയായി ഈ മാസം തന്നെ ആരംഭിക്കും. അതുപോലെ ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്നൂർ കവലയിലും പന്നൂർ അമ്പലപ്പടിയിലും 2 ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും നടത്തി പ്രവർത്തനം ആരംഭിച്ചു. ഇത്തരം എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. PK ശിവൻകുട്ടി, ജോസ് പടിഞ്ഞാറേൽ, ബിബിൻ കുഴിപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V അമൃത രാജ്, ജില്ലാ സെക്രട്ടറി നൂർ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, KWAയിലെ കെടുകാര്യസ്ഥതകൾ അവസാനിപ്പിച്ച് സാമ്പത്തിക മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക, താൽക്കാലിക തൊഴിലാളികൾക്ക് മിനിമം വേതനം അനുവദിക്കുക, KWAയുടെ റവന്യൂ വരുമാനത്തിൽ നിന്ന് ലഭിച്ച തുക അതോറിറ്റിയിലെ മറ്റ് കാര്യങ്ങൾക്ക് മാറ്റാതെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വർഷങ്ങളായി കുടിശ്ശികയായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകുന്നതിന് വിനിയോഗിക്കുക, എനർജി ഓഡിറ്റിംഗ് ശാസ്ത്രീയമായ രീതിയിൽ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. നിരാഹാര സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ജോയ് നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് വിഹിതമാണ്. 80 വയസ്സ് കഴിഞ്ഞവർക്ക് 500 രൂപ ഉണ്ട്, അതും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവര് ആകെ 8 ലക്ഷത്തിൽ താഴെ. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം. ഇപ്പോ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദിയുടെ പെൻഷൻ എന്നാണല്ലോ. വസ്തുതയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആ പെൻഷൻ പോലും 6-7 മാസത്തെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട വിഹിതം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. തരുന്നില്ല, നമുക്ക് ഈ സംസ്ഥാനങ്ങൾക്ക് തരുന്നില്ല. നരേന്ദ്രമോദി ഇന്ത്യയുടെ ഗവൺമെന്റ് ഈ നിസാര 8 ലക്ഷത്തിൽ താഴെ വരുന്ന ഈ 200-300 രൂപ 1600 രൂപയുടെ വിഹിതമായ ഈ കൊടുക്കേണ്ട പെൻഷൻ 2 മാസത്തേക്ക് കൊടുക്കാതിരുന്നപ്പോ അവർക്ക് ആ പെൻഷൻ കുറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മോഡി കൊടുക്കേണ്ട പണം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുൻകൂർ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V അമൃതരാജ്, ജില്ലാ സെക്രട്ടറി നൂർ മുഹമ്മദ്, പ്രസിഡന്റ് EC ജെയ്സൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഷ്റഫ് EA, തൊടുപുഴ ബ്രാഞ്ച് സെക്രട്ടറി സവാദ് OA, ഇടുക്കി ബ്രാഞ്ച് സെക്രട്ടറി പ്രദീപ് MK, പീരുമേട് ബ്രാഞ്ച് സെക്രട്ടറി ജിതിൻ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശബ്ദ കലാകാരന്മാരുടെ സംഘടനയായ നാച്ചുറൽ ആർട്ടിസ്റ്റ് ഓഫ് വോയിസ് സ്ഥാപക നേതാവായിരുന്ന അന്തരിച്ച വിഴിക്കത്തോട് ജയകുമാറിനെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KS വാവ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. ശബ്ദ കലാകാരന്മാരുടെ സംഘടനയായ നാച്ചുറൽ ആർട്ടിസ്റ്റ് ഓഫ് വോയിസ് സ്ഥാപക നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന വിഴിക്കത്തോട് ജയകുമാറിനെ അനുസ്മരിച്ചു. നാവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പ്രതികരണവേദി സംസ്ഥാന പ്രസിഡന്റ്, സർഗവേദി സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തമായൊരു വീടില്ലാതിരുന്ന ജയകുമാറിന് കേരള കോൺഗ്രസ് M അനുവദിച്ച വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ജയകുമാർ വിട പറയുകയായിരുന്നു. ഉടുമ്പന്നൂർ വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശബ്ദ കലാകാരന്മാരുടെ സഹായധനം നൽകി. നാവ് സെക്രട്ടറി KS വാവ, ട്രഷറർ അശ്വതി മധുവിന് സഹായധനം കൈമാറി. അനുസ്മരണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KS വാവ ഉദ്ഘാടനം ചെയ്തു. എനിക്കിതിൽ ഓർമ്മ വരുന്നത് ഈ 26-ാം തീയതിയാണ് വിഴിക്കത്തോട് ജയകുമാർ മരണപ്പെടുന്നത്. ആ ദിവസം ഒരിക്കലും മറന്നില്ല. കാരണം സെപ്റ്റംബർ 25-ാം തീയതിയാണ് എല്ലാ കൊല്ലവും നമ്മുടെ കോതമംഗലം കന്നി 20 പെരുന്നാളിൻ്റെ കൊടിയേറ്റ്.
കൊടിയേറ്റിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് കുഴിക്കത്തോട് കടന്നുപോയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് എനിക്ക് ഒരിക്കലും കൊടിയേറ്റിൻ്റെ ആ ഡേറ്റ് നമുക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസമാണെന്നൊരു ഓർമ്മ. വിഷമം എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്കന്ന് ഈ കൊടിയേറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കുറച്ച് നേരം ലൈവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്നെ വീഡിയോ കോളിൽ വിളിച്ചു മരിക്കുന്നതിൻ്റെ ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടിക്കത്തോടെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയാണ്, തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് തിരിച്ചു വിളിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എനിക്ക് ഫോൺ വരികയും ഞാൻ എടുത്തപ്പോൾ ഞാൻ അങ്ങോട്ട് ഇയാൾക്ക് എടുത്ത് കൊടുക്കലടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മോനാണ് എന്നോട് പറഞ്ഞത് അച്ഛൻ പോയി ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൈസ് പ്രസിഡന്റ് കെ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് UN ചന്ദ്രൻ അമേരിക്കയിൽ നിന്നും ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശം അയച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കം ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ ഉൾപ്പെടെ പോസ്റ്റ് ഓഫീസുകൾ വ്യാപകമായി അടച്ചുപൂട്ടുന്നതിനെതിരെ ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ ഇന്ന് വരെ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തപാൽ സേവനങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കം ജനങ്ങളെ അണിനിരത്തി ചേർക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ ഉൾപ്പെടെ പോസ്റ്റ് ഓഫീസുകൾ വ്യാപകമായി അടച്ചുപൂട്ടുന്നതിനെതിരെ FNPO സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തപാൽ ജീവനക്കാർ തിരുവനന്തപുരം ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലുമുള്ള ആളുകളെ യോജിപ്പിക്കുന്നതിനും അവരുടെ കാര്യശേഷിയെയും കർമ്മശേഷിയെയും എല്ലാ തരത്തിലും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിലുമെല്ലാം കമ്മ്യൂണിക്കേഷൻ വിപ്ലവം അതെല്ലാ അർത്ഥത്തിലും അർത്ഥപൂർണമായിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം തുടക്കവും ഇതിന്റെ ആവിർഭാവവും ഇതിന്റെ പുരോഗതിയും കമ്മ്യൂണിക്കേഷൻ മേഖലയുടെ ശാക്തീകരണവും ഈ രാജ്യത്തിന്റെ വളർച്ചയും എല്ലാം കൂട്ടി കണക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ മേഖലയെയും അതിന്റെ സമ്പൂർണമായ വികസനം, അതിന്റെ സമ്പൂർണമായ പുരോഗതി അതൊരു പക്ഷേ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറെ കൂടി വ്യത്യസ്തമായ തലങ്ങളിലാണ്. നമ്മൾ ഏതെല്ലാം തലത്തിൽ പുരോഗമിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസപരമായ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച പുരോഗതി നമുക്കുണ്ട്. ആരോഗ്യ മേഖലയുടെ പുരോഗതി നമുക്കുണ്ട്. ജനവികാരം മാനിച്ച് കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. FNPO സംസ്ഥാന സെക്രട്ടറി P. നെവിൻ പോൾ അധ്യക്ഷത വഹിച്ചു. FNPO സംസ്ഥാന കൺവീനർ KV സുധീർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുടയത്തൂർ വയനക്കാവ് ദേവീ ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിനോടനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്ര നടത്തി. തുടർന്ന് ഭദ്രദീപ പ്രകാശനം ക്ഷേത്ര മേൽശാന്തി പ്രവീൺ കുമാർ നിർവഹിച്ചു. ദേവി മഹാത്മ്യ പ്രഭാഷണം യജ്ഞാചാര്യൻ PK വ്യാസൻ അമനക്കര നടത്തി. കുടയത്തൂർ വയനക്കാവ് ദേവി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. PK വ്യാസൻ അമനക്കരയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര കവാടത്തിൽ നിന്നും താലപ്പൊലിയുടെ അകമ്പടിയോടെ വിഗ്രഹ ഘോഷയാത്ര നടത്തി. തുടർന്ന് ഭദ്രദീപ പ്രകാശനം ക്ഷേത്ര മേൽശാന്തി പ്രവീൺ കുമാർ നിർവഹിച്ചു. ദേവി മഹാത്മ്യ പ്രഭാഷണം യജ്ഞാചാര്യൻ PK വ്യാസൻ അമനകര നടത്തി. എന്തുകൊണ്ട് ഈ രഥത്തെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്? നമ്മളെ കുളിപ്പിക്കുന്നു, നമ്മൾ രഥത്തെ കുളിപ്പിക്കുന്നു, നമ്മൾ രഥത്തിൽ ഉടുപ്പിടിക്കുന്നു, നമ്മൾ ഈ രഥത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്? നൈനം ചിത്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ശ്രോഷയതി മാരുതഃ. എന്നെ വെള്ളത്തിൽ കലക്കാനോ അഗ്നിയിൽ ദഹിപ്പിക്കുവാനോ ആയുധം കൊണ്ട് മുറിക്കുവാനോ സാധിക്കാത്തതാണ് ഞാൻ. അപ്പോഴും തൊട്ടത് എവിടെയാണ്? ഞാൻ എന്ന് പറഞ്ഞാണ്. ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് മൂക്കൻ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് അരയിൽ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് വായുവിൽ ഉപസ്ഥത്തിൽ തൊട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ് എന്റെ മുക്കിൽ തൊട്ടില്ല, എന്റെ പാദത്തിൽ തൊട്ടില്ല. അവിടെയൊക്കെ അല്ല ഞാൻ. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയും, വർത്തമാനം പറയുമ്പോൾ ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ. ഈ ഞാനിന് വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട, അവിയലും വേണ്ട, സാമ്പാറും വേണ്ട, മുരിങ്ങയ്ക്കയും വേണ്ട, പപ്പടവും വേണ്ട, ഒരു സാധനവും വേണ്ട. വേണ്ടത് രഥത്തിന്. രഥത്തിന്റെ ചക്രത്തിൽ എണ്ണയിടണം, രഥത്തിന് വലിക്കുവാനുള്ള കുതിരയെ കെട്ടണം, കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഈ കുതിര വലിച്ചു കൊണ്ടുപോയിക്കോളും. ആ കുതിര 5 കുതിരയെ കെട്ടിയിട്ടുള്ള രഥമാണ് ഈ കാണുന്നത്. ഈ രഥങ്ങളിലെല്ലാം 5 കുതിരയെ കെട്ടിയിട്ടുണ്ട്. ആ 5 കുതിരയെ സഹായിക്കാൻ 5 കുതിര കൂടി. അതുകൊണ്ടാണ് 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം. അങ്ങനെ 10 കുതിരകളെ കെട്ടിയിട്ടുള്ള രഥമാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് താഴത്തെത്തയ്യിൽ, സെക്രട്ടറി സിജു കുന്നിനിയിൽ, നവാഹ യജ്ഞ കമ്മിറ്റി രക്ഷാധികാരി OV സുബ്രഹ്മണ്യൻ, ചെയർമാൻ സുനിൽകുമാർ PR, കൺവീനർ മനോജ് കടുകൻ മക്കൽ, ജോയിന്റ് കൺവീനർ സന്ദീപ് കൃഷ്ണ, മാതൃസമിതി പ്രസിഡന്റ് വത്സ ഹരിഹരൻ, സെക്രട്ടറി ശൈലജ രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്തോ ജപ്പാൻ ഫ്രണ്ട്ഷിപ്പ് ഓർഗനൈസേഷനായ ഫ്യൂജി ഗംഗയുടെ സ്ഥാപകനും ജപ്പാനിലെ മലയാളി സംഘടനകളുടെ മുഖ്യ സംയോജകനുമായ ജോജോ അഗസ്റ്റിന്റെ 60ാം ജന്മദിനാഘോഷം തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഫ്യൂജി ഗംഗ വൈസ് പ്രസിഡന്റ് CB ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗം തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ലോക പ്രശസ്ത കരാട്ടെ മാസ്റ്റർ കാഞ്ചോ മസായ കൊഹാമ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ജോജോ അഗസ്റ്റിൻ, CK സുനിൽ രാജ്, ശരത് U നായർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം പോയ ദേശത്തൊക്കെ ആണെങ്കിലും എന്ന് നാട്ടിൽ വന്നാലും കാണാൻ പറ്റിയില്ലെങ്കിൽ അത് വിളിക്കുകയോ ചെയ്യാതെ അല്ലെങ്കിൽ പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ ആ ഒരു സൗഹൃദവും നമ്മളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളും അദ്ദേഹം ഇങ്ങോട്ട് പറയുമായിരുന്നു. അത്രയ്ക്ക് കാര്യങ്ങൾ ഈ നാട്ടിലെ വിശേഷങ്ങളും ഈ സുഹൃത്തുക്കളുടെ വാർത്തകളും അതുപോലെ സൗഹൃദങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അത് സുഹൃത്തുക്കൾ വഴി അറിയാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ സുഹൃത്തുക്കളും ആ സുഹൃത്തുക്കളെ മുഴുവൻ വളരെ സ്നേഹത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു പിറന്നാൾ ആഘോഷ പരിപാടി 60 വയസ്സ് കഴിയുന്ന ഈ ഒരു സന്തോഷ നിമിഷത്തില് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ ഇവിടെ വിളിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു, ജോജോയുടെ ഓർമ്മയ്ക്കും ഈ കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ നേരിട്ടു. അത് ഭുജീകരണവും നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ അടയാളമായ ഗംഗയിൽ ചേർന്ന ഭുജീകല്ല. അങ്ങനെ ഭുജീകല്ല കൊണ്ടു. അങ്ങനെ എന്റെ പ്രിയ സ്നേഹിതൻ സുനിലിന്റെ ആത്മാർത്ഥ പരിശ്രമവും അക്ഷീണ പരിശ്രമവും സന്തോഷമുണ്ട്. കരീക്ഷണ സാറുണ്ട്, അതുപോലെ നസീർ ഇവിടെയുണ്ട്. അങ്ങനെ ആ ഒരു കൂട്ടായ്മയിൽ വളരെ ശക്തമായ ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം. എന്നാൽ ആ സംഘത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതത്തിന്റെ രാഷ്ട്രീയ
മറ്റ് യാതൊരു വേർതിരിവുകളുമില്ലാതെ ഇങ്ങനെയൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ ഹൃദയം വളരെയേറെ സന്തോഷിച്ചു. ഞാൻ അകലങ്ങളിലാണെങ്കിൽ ജപ്പാനിൽ ഇരുന്നുകൊണ്ട് ആ കൂട്ടായ്മയുടെ വളർച്ച ഞാൻ ഓരോ സമയവും നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. KSSPU അറക്കുളം പഞ്ചായത്ത് തല കുടുംബമേള സംഘടിപ്പിച്ചു. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയിലെ മുതിർന്ന അംഗവും സാഹിത്യകാരനുമായ SB പണിക്കരെ ചടങ്ങിൽ അനുമോദിച്ചു. സെന്റ് ജോർജ് UP സ്കൂൾ HM സിസ്റ്റർ ഗ്രേസ് തെങ്ങനാക്കുന്നേൽ SH, സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള, PN വിജയൻ, KD സുകുമാരൻ, VK സലീം, PN കണ്ണദാസ്, PK സരസമ്മ, KN സരസമ്മ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാത്തതിന് തടസ്സം നിൽക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. PG ജോസഫ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. ഓണറേറിയം വർദ്ധിപ്പിച്ച് ആശാസമരം ഒത്തുതീർപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ആശാ സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപം പഴയ റോഡിലൂടെ മെയിൻ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയില്ലായ്മ അപകടങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് പരാതി. മൂലമറ്റം പവർ ഹൗസ് മിനിയേച്ചർ മാതൃകാ ടൂറിസം പദ്ധതി, ഇടുക്കി ഡാം ലേസർ ഷോ പ്രോജക്ട് തുടങ്ങി KSEBയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.